നമസ്കാരം. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന സംശയാസ്പദമായിട്ടുള്ള നിയമ നടപടി എന്താണ് എന്ന് ചോദിച്ചാൽ ഇ ഡി റെയ്ഡാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഇ ഡിയെ സർക്കാർ തങ്ങളുടെ പ്രതിയോഗികളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണോ, അതോ നിയമപരമായി അവർ അവരുടെ നിയമം നടപ്പിലാക്കുകയാണോ, അവരുടെ അന്വേഷണം നടത്തുകയാണ്? സംശയമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് നടത്തുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾ കൊണ്ടാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇത്തരത്തിൽ റെയ്ഡ് വേണമോ വേണ്ടയോ എന്നുള്ളത് വേറെ വിഷയം. വേണം എന്നത് തന്നെയാണ് ആവശ്യം. അത്തരത്തിൽ കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ, കുറ്റകരമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ, അനധികൃത ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇ ഡിക്ക് റെയ്ഡ് നടത്താം, അല്ലെങ്കിൽ അവർക്ക് അന്വേഷിക്കാം, രേഖകൾ ഹാജരാക്കാൻ പറയാം. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന റെയ്ഡുകൾ, ഇന്നിപ്പോ CJ റോയ് ജീവനൊടുക്കിയ വാർത്തയാണ് അവസാന മിനിറ്റിൽ വരുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്, ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ. ഇ ഡി റെയ്ഡിനിടെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ തോക്ക് ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇ ഡി റെയ്ഡ് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. ഇ ഡി റെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏതൊരു സംരംഭമായാലും, വ്യവസായമായാലും, കച്ചവടമായാലും, മറ്റേത് തരത്തിലുള്ള ബിസിനസ് ആയാലും, നിർമ്മാണ മേഖലയായാലും, ഏതായാലും ആരും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കി കൊണ്ടുവന്നല്ല കച്ചവടം ചെയ്യുന്നത്. ആരും സ്വന്തം പണം എടുത്തുകൊണ്ട് സ്വന്തം പണം മാത്രം ഉപയോഗിച്ചല്ല കച്ചവടം ചെയ്യുന്നത്. നാട്ടുകാരുടെ, വിശ്വാസമുള്ളവരുടെ മുഴുവൻ പണം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഷെയർ എന്ന് പറയും. പലരുടെ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ പലരിൽ നിന്ന് ഷെയർ പിരിച്ച്, അല്ലെങ്കിൽ ഇനി ഷെയർ മാർക്കറ്റിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി ആ നിലയിൽ അത് വിറ്റ് ഒക്കെ തന്നെയാണ് പണം സ്വരൂപിക്കുന്നത്. അതേ മറ്റുള്ളവരുടെ പണം കൊണ്ട് കാശുണ്ടാക്കുന്നവനെയാണ് വ്യവസായി എന്നും കച്ചവടക്കാരനെന്നും ഒക്കെ പറയുന്നത്, ബിസിനസ്സുകാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ധാരാളം പേരിൽ നിന്ന് പണം കളക്ട് ചെയ്ത് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വളർച്ച കൊണ്ടുവരുന്നത്. അങ്ങനെ വളർന്നു വരുമ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ വളരെ ദുരിതമാണ്. ഇവിടെ CPM എന്ന് പറയുന്ന ഒരു സാധു സംഘടനയുണ്ട്. ആ സംഘടനയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി ചില കോടികളൊക്കെ കൊടുത്താൽ മാത്രമേ, പ്രാദേശിക നേതാക്കൾക്ക് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് CPM മാത്രം പറഞ്ഞതെന്ന് വെച്ചാൽ അവരാണ് കൊടി പിടിക്കാൻ മുന്നിൽ, അതുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ വ്യവസായം വളരാൻ സമ്മതിക്കില്ലല്ലോ. പക്ഷെ അതിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോ ഈ പറയുന്നവർക്കുള്ള കാശ് കൊടുക്കണം. അതിനെല്ലാം പുറമെ കേന്ദ്ര ഏജൻസികളുടെ അവർക്കൂടെ വിഹിതം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഇ ഡി അന്വേഷണം വന്നാൽ ചാനലുകൾക്ക് അത് വലിയ വാർത്തയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇ ഡി റെക്കോർഡ് ഹാജരാക്കാൻ വേണ്ടി സാബു ജേക്കബിനോട് പറഞ്ഞപ്പോ സാബു കള്ളപ്പണം അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തോ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന നിലയിലേക്കാണ് വാർത്തകൾ വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ അതിനെ എടുത്തു വെച്ച് വലിയ അലക്കലക്കി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി, വലിയ ചരിത്രം ഭൂമിശാസ്ത്രമൊക്കെ ഉണ്ടാക്കി ആ ബിസിനസ് സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് അവരാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇവിടെ കോൺഫിഡൻസ് അടക്കമുള്ള ഈ CJ റോയ് അടക്കമുള്ളവർ അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണെന്ന് തർക്കമൊന്നുമില്ല. അവർക്ക് അതിന്റെ ലാഭവിഹിതമായിട്ട് കൊടുക്കുന്നുണ്ടാക്കാം. അതിലേറെ ധാരാളം തൊഴിലാളികൾക്ക് അവരുടെ കീഴിൽ പണിയെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ കുടുംബം കഴിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തകരാൻ ഒരൊറ്റ വാർത്ത മതി, ഒരൊറ്റ റെയ്ഡ് മതി എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെ അവരെ സ്ഥാപനങ്ങൾ, ഓഫീസ്, മറ്റു കാര്യങ്ങൾ റെയ്ഡ് ചെയ്ത്, അവരെത്ര ഉന്നതന്മാരായാലും അവരെ റെയ്ഡ് ചെയ്ത് അവരുടെ രേഖകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ആ രേഖകളൊക്കെ പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ, തിരികെ കിട്ടണമെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് എത്ര എന്നറിയോ? നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ചിലർക്ക് സംശയം തോന്നും. കേരളത്തിലെ പോലീസിന്റെ ഒരു സംവിധാനം മാത്രം എടുത്തു നോക്കിയാൽ, ഞാനത് അനുഭവിച്ച ഒരാളാണ്. എന്റെ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യല്ല, എന്നെ തട്ടിക്കൊണ്ടുപോയത്, അങ്ങനെ പറയുന്നതിന് ശരി. കാര്യം നോട്ടീസ് എന്നൊന്ന് വിളിപ്പിക്കാനേ പാടുള്ളൂ. നിയമ ലംഘനമാണ് എന്നോട് ചെയ്തത്. വീട്ടിൽ ഒരു അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അധ്യാപകൻ, ഞാൻ എന്റെ മൊബൈലും കൊണ്ടാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുക. എന്ത് കേസുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ കയറി വരണ്ടല്ലോ എന്ന്. മൊബൈൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വെച്ചു. മൂപ്പര് മൊബൈൽ അപ്പുറത്തിന്റെ കയ്യിലും എടുത്ത് വെക്കുകയും ചെയ്തു. അതോടുകൂടി എന്റെ എല്ലാം കട്ട ബോർഡ് മടങ്ങി എന്ന് പറയും. അതാണ് അവസ്ഥ. എനിക്ക് എന്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട്, ഞാൻ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്, നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യൂ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുപോലെ 1-2 അഡ്മിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു.
അതിൽ OTP വരാനുള്ള നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ ചിലർക്ക് പണം കൊടുക്കേണ്ട ലാസ്റ്റ് തീയതിയായിരുന്നു അന്ന്. ആ പണം എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആ മൊബൈലിനകത്ത് സിം കിടക്കുന്നത്. അങ്ങനെ യാതൊന്നും എനിക്ക് സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ എന്റെ ഒരു ബിസിനസ് സംവിധാനത്തിന്റെ തുടക്കമായതുകൊണ്ട് ഒരു 2-3 ലക്ഷം രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ഇല്ലാതാക്കി. അത്രേ സംഭവിച്ചുള്ളൂ. അതിനുള്ള പണി ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അതുപോലെയല്ല ഒരു വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവരെന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, പലരുടെയും കൈയും കാലും പിടിച്ച്, അതല്ലെങ്കിൽ പലരുടെയും വിശ്വാസം ഏറ്റെടുത്തുകൊണ്ടാണ്, പലരുടെയും പണം കൊണ്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ED റെയ്ഡിന്റെ പേരിൽ മറ്റെന്തിന്റെങ്കിലും പേരിൽ അങ്ങോട്ട് കയറി സകല രേഖകളും എടുത്ത് അവരുടെ സ്ഥാപനം മുഴുവൻ സ്തംഭിപ്പിക്കുന്നതിലൂടെ ഒരു ദിവസം അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്നറിയോ? അത് മാത്രമല്ല, അതിനുശേഷം ഉണ്ടാകുന്ന നഷ്ടം, അതിനുശേഷം വരുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ കൊഴിഞ്ഞുപോക്ക്, ഷെയറിൽ ഉണ്ടാകുന്ന കുറവ്, മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസക്കുറവ്, അങ്ങനെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തവരെ പണം മടക്കി ചോദിക്കും. അത്തരത്തിൽ പണം മടക്കി ചോദിച്ചാൽ അതോടുകൂടി തീരും. നമ്മൾ ഇടുക്കി ആ മേഖലയിൽ, കോട്ടയം ആ മേഖലയിൽ ഞാൻ എന്റെ പേര് കാര്യങ്ങൾ പറഞ്ഞവരെ വീണ്ടും അവഹേളിക്കുന്നില്ല. ഒരു കുടുംബത്തെ മുഴുവൻ പോലീസ് സംഘം പോയി അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളെയും എല്ലാം അറസ്റ്റ് ചെയ്തവർ ജയിലിലിട്ടു. സാമ്പത്തിക തട്ടിപ്പാണ് കാര്യം. യഥാർത്ഥ വസ്തുത എന്താണ്? അവരിൽ വന്ന നിക്ഷേപങ്ങൾ, ആ നിക്ഷേപമല്ല അവരുടെ കച്ചവടത്തിലേക്ക് ഇറക്കുന്നതിന് പുറമെ കുറെ അധികം പണമുണ്ടായിരുന്നത് അവർ ലാൻഡിൽ നിക്ഷേപിച്ചു, ലാൻഡ് വാങ്ങിയിട്ടു. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്ന് തരിപ്പണമായി. അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ ലാൻഡിലാണ്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി. പക്ഷെ അത് ഒരല്പം സാവകാശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പണമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് ആകെ ഉള്ളത് അവരുടെ ബിസിനസ് മേഖലയാണ്. ആ ബിസിനസ് മേഖല എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അതിന്റെ തൊഴിലാളികളെയൊക്കെ കൂട്ടി നിർത്തി കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് അതിലൂടെ എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് കയറാൻ നോക്കുന്ന സമയത്ത് ഒരു മാധ്യമ വാർത്ത വരുന്നു, ഒരു അന്വേഷണം വരുന്നു, ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് വരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസ്, തിരിമറി കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നപ്പോൾ അതിനെ ഒരു വലിയ വാർത്തയാക്കി ചാനലുകളും മറ്റു മാധ്യമങ്ങളും ആഘോഷിച്ചപ്പോൾ അവരുടെ ബിസിനസ് സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ട് തകരുന്നു. അവരെ മുഴുവൻ സാമ്പത്തിക തട്ടിപ്പ് വീരന്മാരായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷേ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ആരുടെയും ഒരു രൂപ പോലും അവർ നശിപ്പിച്ചിരുന്നില്ല. അവരുടെ പണമെല്ലാം അവരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ ലിക്വിഡ് കാഷാക്കി മാറ്റാനുള്ള ഒരല്പം സാവകാശം, ആ സാവകാശം കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു അന്വേഷണമോ ഒരു കേസോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാനാ വഴിക്ക് പാഞ്ഞു വരും. കാരണം ആ വിധത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. അവർ പൊളിഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു, അത്തരത്തിൽ പറയുന്നതിലൂടെ പിന്നീട് അവർക്ക് ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പും ഒരുപക്ഷെ ഭയപ്പെട്ടത് അത് തന്നെയായിരിക്കും. അത്യാവശ്യം അറിയപ്പെടുന്ന, ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആൾക്കാരും അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു ED റെയ്ഡ് നടത്തുമ്പോൾ അതെന്തിന്റെ പേരിലാണ് എന്ന് അദ്ദേഹത്തിന് ഒരു അറിയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അതോടുകൂടി, ബിസിനസ് ജീവിതം അതോടുകൂടി തകരുന്നു, അല്ലെങ്കിൽ തകർന്നു തുടങ്ങുന്നു. ഇത് ഏതെങ്കിലും വിധത്തിൽ ഇതൊരു വാർത്തയായി കഴിഞ്ഞാൽ, ഒരു വലിയ വാർത്തയായി കഴിഞ്ഞാൽ തന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരികെ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏത് ബിസിനസ് സാമ്രാജ്യം തകരും. അത് അംബാനിയല്ല, അദാനിയല്ല, ആരായാലും തകർന്നു പോകും. ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ പെട്ടെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നേരിടാൻ മനസ്സില്ലാതെ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ലാതെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള ധാരാളം ബിസിനസ്സുകാർ, കച്ചവടക്കാർ, അവർക്ക് വലിയ പങ്കാണുള്ളത്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുനിന്ന് വരുന്നവർ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഉത്തരേന്ത്യ മുഴുവൻ ഇന്നും തൂറാൻ കക്കൂസില്ലാതെ കിടക്കുന്ന സമയത്ത്, അങ്ങനെയാണല്ലോ പറയാ, പച്ചയ്ക്ക് തന്നെ പറയണം, ഇവിടെ കേരളം എന്ന് പറയുന്നത് സാമ്പത്തികമായി അത്യാവശ്യം തരക്കേടില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയത് 1990 മുതൽ, ആ കാലഘട്ടം മുതൽ, ഏകദേശം അവിടെ മുതൽ ഗൾഫിലേക്ക് പോയി, അതായത് പേർഷ്യയിലേക്ക് പോയി കാശുണ്ടാക്കി കൊണ്ടുവന്ന മലയാളികൾ അവിടെ നിന്ന് തുടങ്ങിയതാ. ഇന്നും നമ്മുടെ ഈ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ കേരളമൊക്കെ നിലനിൽക്കുന്നത് പ്രവാസ പണത്തിന്റെ, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പണത്തിന്റെ ഒഴുക്കിൽ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവിടെ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട്, മറ്റുള്ളവരുമായി സാമ്പത്തിക അടിത്തറ ചേർന്നുണ്ടായിക്കൊണ്ട് ഒക്കെ തുടങ്ങുന്ന സംരംഭങ്ങളെ മുഴുവൻ പൊളിച്ച് ഇല്ലാതാക്കുന്ന, അവരോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അസൂയയുടെ പേരിൽ
അവർ ഇല്ലാതാക്കുന്ന വിധത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളെ വഴിതിരിച്ചു വിടുന്നതിൽ നമ്മുടെ ഭരണകൂടത്തിന് കൂടി പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ചില പ്രത്യേക വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗങ്ങളിലേക്കാണ് ഈ റെയ്ഡുകൾ പോകുന്നത്. തങ്ങളുടെ ഗവൺമെന്റിന്റെ തൽപര കക്ഷികൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് പെട്രോളിന്റെ വില കൂടുന്നതിലായാലും അതിനകത്ത് മായം ചേർന്ന് വെക്കുന്നതിലായാലും എണ്ണവില കൂടുന്നതിലായാലും അവരുടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിലായാലും അതിലൊക്കെ കൂട്ടുനിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി യാതൊരു നടപടികളുമില്ല, അവർക്കെതിരെ യാതൊരു അക്ഷരവും ആരും മിണ്ടുന്നുമില്ല. എന്നാൽ മറുഭാഗത്ത് വലിയൊരു ഭാഗത്തെ ചെറുകിട വൻകിട ബിസിനസ്സുകാരെ മറ്റും തങ്ങൾക്ക് അപ്രീതി ആയി നിലനിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിൽ ഇ ഡി റെയ്ഡുകളും അന്വേഷണങ്ങളും വരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഇരയായി ഈ സിജോ റോയിയെ കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. Different angles. Don't forget to subscribe and support this channel.